AI ക്യാമറ പ്രാഥമിക കരാർ നടപടികളിൽ തന്നെ കെൽട്രോൺ വീഴ്ച വരുത്തിയതായി രേഖകൾ 10 വർഷം പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ 2017 സ്ഥാപിച്ച കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ കെൽട്രോൺ യോഗ്യത നൽകി. 2 രേഖകൾ കൂടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ക്ലിഫ് ഹൌസുമായും സർക്കാരുമായും ബന്ധമുള്ള തട്ടിക്കൂട്ട് കമ്പനികളാണ് അഴിമതിക്ക് പിന്നിലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ടെൻഡർ ഇവാലുവേഷൻ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് രേഖകൾ കഴിഞ്ഞ ദിവസം കെൽട്രോൺ പുറത്തുവിട്ടിരുന്നു. ടെൻഡറിൽ പങ്കെടുക്കാൻ സുപ്രധാന യോഗ്യതകളിൽ ഒന്ന് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. എന്നാൽ 2020 4 വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന അക്ഷര ഇന്ത്യ എന്ന കമ്പനിക്ക് കെൽട്രോൺ ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത നൽകി. 10 വർഷം പ്രവർത്തന പരിചയമില്ലാത്ത അക്ഷര എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നടപടികളിൽ എങ്ങനെ ഉൾപ്പെടുത്തി? ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ടെൻഡറിൽ കൃത്യമായ ഒത്തുകളി നടന്നു. കെൽട്രോൺ ടെൻഡർ വിളിച്ചതിൽ ഗുരുതരമായ ക്രമക്കേട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. കെൽട്രോൺ പൂഴ്ത്തിവെച്ച ടെക്നിക്കൽ ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട് എന്നിവയും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഈ 2 റിപ്പോർട്ടുകളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് ആരോപണം. ക്ലിഫ് ഹൌസിലും സർക്കാരിലും ഉന്നത സ്വാധീനമുള്ള 2 കമ്പനികളാണ് തട്ടിപ്പിന് പിന്നിലെന്നും രമേശ് ചെന്നിത്തല. പസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ രാംജിത്തിന് ക്ലിഫ് ഹൗസുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ക്യാമറ രേഖകൾ ഇടിവെട്ടിപ്പോയില്ല എങ്കിൽ ആ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ജിതേഷിന് ശിവശങ്കറേക്കാൾ വലിയ ബന്ധമുണ്ട് ഭരണത്തിൽ. അതെന്താണെന്ന് നിങ്ങളോടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം, ഞാൻ മാത്രം പോരാ. കഷ്ടിച്ച് 100 കോടിക്കകത്ത് ചെയ്യാൻ കഴിയുമായിരുന്ന പദ്ധതിയാണ് 232 കോടിയിൽ എത്തിച്ചതെന്നും ചെന്നിത്തല ആരോപിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ മെയ് 20 UDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തും. പക്ഷെ ഇതുപോലൊരു നശിച്ച ഭരണം കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ സർക്കാരിന്റെ ഈ തരത്തിലുള്ള ഈ 2ാം വാർഷികം, അത് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം മെയ് 20-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കണം. AI ക്യാമറ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.